എക്സൈസ് ഉദ്യോഗസ്ഥരെ പരസ്യമായി വിമർശിച്ച മന്ത്രി എം ലിജു. ബാറുകളിൽ പരിശോധനയ്ക്കെത്തുന്ന ചില എക്സൈസ് ഉദ്യോഗസ്ഥർ കേസ് കണക്കിന് മദ്യം ആവശ്യപ്പെടുന്നതായി ബാർ ഉടമകൾ പരാതി നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ബാറുകളിൽ ബട്ടൺ ക്യാമറ സ്ഥാപിച്ച് ദൃശ്യങ്ങൾ പകർത്താൻ ബാർ ഉടമകളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു മന്ത്രിയുടെ പരസ്യ വിമർശനം. ഈ സംസ്ഥാനത്തെ നിയമം അനുസരിച്ച് വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് ബാർ തുറന്നു നോക്കാൻ പറ്റുമോ? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് പലയിടത്ത് ബാർ പ്രവർത്തിക്കുന്നത്? നിങ്ങളറിയാതെ പ്രവർത്തിക്കാൻ പറ്റുമോ? എൻ്റെ മുമ്പിൽ പരാതികളുണ്ട്. രാവിലെ 5:30 മുതൽ ആളുകൾ പരിപാടി തുടങ്ങുകയാണ്. അതിന് നമ്മുടെ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ഫോഴ്സ്, ഞാൻ മൗനാനുവാദം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നടക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? നിങ്ങൾ തന്നെയാണ്. നിയമപരമായ കാര്യങ്ങൾ ദേവൻ എംപിയുടെ കൂടുതൽ വിവരങ്ങളുമായി ദേവൻ. എന്തായാലും എക്സൈസ് ഉദ്യോഗസ്ഥരെ പരസ്യമായി വിമർശിച്ചുകൊണ്ടാണ് എക്സൈസ് മന്ത്രിയുടെ ഇത്തരത്തിലൊരു പ്രതികരണം. തീർച്ചയായും സോന, സംസ്ഥാനത്തെ എക്സൈസ് ഉദ്യോഗസ്ഥർക്കായി സംഘടിപ്പിച്ച അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ മുതൽ മുകളിലോട്ടുള്ള എക്സൈസ് ഉദ്യോഗസ്ഥർക്കായി സംഘടിപ്പിച്ച ഒരു റിവ്യൂ മീറ്റിംഗിലായിരുന്നു മന്ത്രി ഇത്തരത്തിലൊരു പരസ്യ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. സംസ്ഥാനത്തെ ബാറുകൾ പലതും പുലർച്ചെ 5 മണിവരെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് ഉദ്യോഗസ്ഥ തലത്തിൽ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നെങ്കിലും ചില മൗനാനുവാദം ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യമാണ് മന്ത്രി സൂചിപ്പിച്ചത്. മാത്രമല്ല, പല ബാറുകളിലും എക്സൈസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് കേസ് കണക്കിന് മദ്യം കൈക്കൂലിയായി വാങ്ങുന്നുവെന്നും ആരോപണം മന്ത്രി തന്നെ പറഞ്ഞു. പല ബാർ ഉടമകളും തന്നോട് ഇക്കാര്യം പരാതിയായി ഉന്നയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഇത്തരത്തിൽ പരാതി ഉന്നയിച്ച ബാർ ഉടമകളോട് ഈ ബട്ടൺ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ഇത്തരത്തിൽ കൈക്കൂലി ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്തി അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് മന്ത്രി മറുപടിയായി നൽകിയിരിക്കുന്നതെന്നും ഈ ഉദ്യോഗസ്ഥരുടെ പറയുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ അഴിമതി കണ്ടെത്തി കഴിഞ്ഞാൽ അത്തരം ഉദ്യോഗസ്ഥരെ ഈ സേനയ്ക്കുള്ളിൽ വെച്ച് പൊറുപ്പിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. മാത്രമല്ല, ഈ പറയുന്നത് പോലെ തന്നെ വ്യാജ കള്ളുകളും ഈ പറയുന്ന പോലെ തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി ഒഴുകുന്നുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ സംസ്ഥാനത്തിന് ആവശ്യമായ നിലയിലുള്ള ഈ പരമ്പരാഗത കള്ള് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ കലക്ക് കള്ളുകൾ, അതായത് വിഷം കലർന്ന കള്ള് സംസ്ഥാനത്ത് വ്യാപകമായി വിതരണം ചെയ്യുന്നു. ഇക്കാര്യത്തിലും എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ അനുവാദമുണ്ട്, അല്ലെങ്കിൽ അത്തരം നിയമ ലംഘനങ്ങൾക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കർശന നടപടിക്ക് വിധേയരാക്കുമെന്നുള്ളൊരു സൂചനയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി ഈ ഉദ്യോഗസ്ഥർക്കായി നൽകിയിട്ടുള്ളത്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എക്സൈസ് ആസ്ഥാനത്ത് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇത്തരത്തിൽ എക്സൈസ് മന്ത്രി തന്നെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ദേവനാണ് വിവരങ്ങൾ നൽകിയത്.